ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ടൈലർ സീരീസ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു ടൈലർ സീരീസ് മെത്തേഡ്, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈലർ സീരീസ് മെത്തേഡാണ്. അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ അത് രണ്ട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒരു ഇക്വേഷൻ മാത്രമാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ദെൻ സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം. ആ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി അടുത്ത് വരുന്നത് ടൈലർ സീരീസ് മെത്തേഡ് ഫോർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിനെ എങ്ങനെ ടൈലർ സീരീസ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. d²y/dx² സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വരുന്നത്. d²y. ഫസ്റ്റ് ഓർഡർ ആയിരുന്നെങ്കിൽ നമ്മൾ dy/dx f(x, y) എന്നുള്ള ഫോമിലാണ് എഴുതിയിരുന്നത്. സെക്കൻഡ് ഓർഡർ ആകുമ്പം d²y/dx² ഫങ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് dy/dx. അതായത് d²y/dx² നമുക്ക് y ഡബിൾ ഡാഷ് എഴുതാം. y ഡബിൾ ഡാഷ് f(x, y, y ഡാഷ്). ആ ടൈപ്പ് ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ കിട്ടിയ സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ഓർഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ആസ് യൂഷ്വൽ ആദ്യം പഠിച്ച ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അതേ ഫോർമാറ്റിൽ സോൾവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ദ ട്രാൻസ്ഫോർമേഷൻ y'=z. അതായത് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഇക്വേഷൻ എന്താ, y ഡബിൾ ഡാഷ് f(x, y, y ഡാഷ്) ആണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് y ഡാഷിന് z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ y ഡബിൾ ഡാഷ് എന്തായിരിക്കും, y ഡാഷ് z ആണെങ്കിൽ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് z ഡാഷ് ആയിരിക്കും. അപ്പോൾ z ഡാഷ് f(x, y, z) എന്ന ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ ഈ സെക്കൻഡ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്കറിയാമായിരുന്നു അവിടെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ, അതായത് y(x0) = y0 എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ഇനിഷ്യൽ കണ്ടീഷനും, ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഓർഡറിൻ്റെ പോലെ തന്നെ y(x0) = y0 സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് y'(x0) = y0' എന്ന് പറയുന്ന രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസും കൂടെ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നു, അതിനകത്ത് y ഡാഷിന് നമ്മൾ z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ ഫസ്റ്റ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് സോൾവ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയതുകൊണ്ട് അതിന് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇച്ചിരി ലെങ്തി ആയിട്ട് വരും പ്രോബ്ലം, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ദ വാല്യൂസ് ഓഫ് y(0.1) ആൻഡ് y(0.2). അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കാണ്ട് y(0.), അത് തന്നെ ഇച്ചിരി ലെങ്ത് ഉണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയായിട്ട് y(0.2) ഗിവൺ ദാറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് മൈനസ് xy'² പ്ലസ് y² = 0 വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. y(0) = 1 ആൻഡ് y'(0) = 0 ബൈ യൂസിങ് ടൈലർ സീരീസ് മെത്തേഡ്. അപ്പോൾ ടൈലർ സീരീസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻസിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ,
ഇനിഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? x0 ഈക്വൽ ടു 0 ആയിരിക്കും ആൻഡ് y0 ഈക്വൽ ടു 1 ആയിരിക്കും. അടുത്ത കണ്ടീഷൻ തന്നേക്കുന്നത് എന്താ? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ x0 0 ആണെങ്കിൽ y0 ഡാഷ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് x0ൻ്റെ വാല്യൂ 0 ആണ്, y0 1 ആണെന്ന് കിട്ടി, y0 ഡാഷ് 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്ന് എഴുതുക. അതെന്തായിരുന്നു? y ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നങ്ങ് വിളിച്ചു. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? നമുക്കിതിനെ ഫസ്റ്റ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്? വൈ ഡാഷിന് ഇസഡ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അത് നമ്മളവിടെ കൊടുത്തു. പുട്ട് വൈ ഡാഷ് ഈക്വൽ ടു ഇസഡ്. വൈ ഡാഷ് ഈക്വൽ ടു ഇസഡ് ആണെങ്കിൽ വൈ ഡബിൾ ഡാഷ് എന്തായിരിക്കും? വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇസഡ് ഡാഷ് ആയിരിക്കും. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തിട്ട് ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ വരും? ഇസഡ് ഡാഷ് വൈ ഡബിൾ ഡാഷിന് പകരം എന്തായി? ഇസഡ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന് വെച്ചാൽ ഇസഡ്. അപ്പോൾ എക്സ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഇസഡ് ഡാഷ് ഈക്വൽ ടു എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കി, നമ്മൾ ഫസ്റ്റ് പഠിച്ച മെത്തേഡ് എന്തായിരുന്നു? വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലല്ലേ. ഇപ്പോൾ അതേ രീതിയിലേക്ക് നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്തു? ഇസഡ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. കണ്ടോ? ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് നമ്മുടെ ഇക്വേഷൻ 2 ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ വൈ ഡാഷ് ഈക്വൽ ടു നമ്മൾ ഇന്നലെ പഠിച്ചത് വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമ്മൾ y1 എന്ന് പറയുന്ന വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? y0 പ്ലസ് എച്ച് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു y0 ഡാഷ് പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു y0 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഇക്വേഷൻ എന്താ? ഇസഡ് ഡാഷ് ഈക്വൽ ടു എക്സ് വൈ ഡാഷിന് പകരം ഇസഡ് ഡാഷ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന വാല്യൂ എന്തായിരിക്കും? ഇസഡ്1 എന്നുള്ള വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? ഇസഡ്0 പ്ലസ് എച്ച് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ്0 ഡാഷ് പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ്0 ഡബിൾ ഡാഷ് പ്ലസ് എച്ച് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ്0 ട്രിപ്പിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ അതിന് നമ്മൾ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിനകത്ത് ടേംസ് ആയിരിക്കാം? ഇസഡ്0 ഉണ്ട്, ഇസഡ്0 ഡാഷ് ഉണ്ട്, ഇസഡ്0 ഡബിൾ ഡാഷ് ഉണ്ട്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള സാധനം എന്താ? ഇസഡ് ഡാഷ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇസഡ് ഡാഷ് ഈക്വൽ ടു എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഇസഡ് ഡബിൾ ഡാഷ് എന്താ? നമുക്കതിനെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ടേം എക്സ് ഇൻറ്റു ഇസഡ് സ്ക്വയർ. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ഫസ്റ്റ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് സെക്കൻഡ് 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈ ഡാഷ് വന്നു. ഓക്കെ, അപ്പോൾ ഇസഡ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് 2x ഇസഡ് ഡാഷ് പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 2y വൈ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇസഡ് ട്രിപ്പിൾ ഡാഷ് വേണം. അപ്പോൾ ഇത്രയും ലെങ്തി പ്രോബ്ലം ആയിട്ട് നിങ്ങൾ ഫോർത്ത് ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട, മാക്സിമം തേർഡ് ഡെറിവേറ്റീവ് വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇസഡ് ട്രിപ്പിൾ ഡാഷ് എങ്ങനെ വരും? അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ 3 ഫംഗ്ഷൻസായി. അപ്പോൾ അവിടെ എന്ത് വരും? എക്സ് ഇസഡിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇസഡ് ഇൻറ്റു ഇസഡ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇസഡ് ഡാഷ് ഇൻറ്റു എക്സ് ഇസഡിന് അവിടെ പിന്നെയും പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. എക്സ് ഇസഡ് ഡാഷ് പ്ലസ് ഇസഡ്, അപ്പോൾ ആ ടേമായി പ്ലസ് ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z ഇൻറ്റു ഇസഡ് ഡാഷ് മൈനസ് 2y ഇൻറ്റു വൈ ഡാഷിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഇസഡ്0ൻ്റെ വാല്യൂ വേണം, ഇസഡ്0 ഡാഷ് വേണം, ഇസഡ്0 ഡബിൾ ഡാഷ് വേണം, ഇസഡ്0 ട്രിപ്പിൾ ഡാഷ്. ഇത്രയും വാല്യൂസാണ് നമുക്ക് വേണ്ടത്. ഇനി അത് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. നമുക്കറിയാം വൈ ഡാഷ് ഈക്വൽ ടു ഇസഡാന്ന് നമുക്കറിയാമല്ലോ. വൈ ഡാഷ് ഈക്വൽ ടു ഇസഡ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസഡ്0നെ നമുക്ക് എങ്ങനെ എഴുതാം? y0 ഡാഷ് എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? ഇസഡ് ഈക്വൽ ടു വൈ ഡാഷ് ആണെങ്കിൽ ഇസഡ്0 എന്ന് പറയുന്നത് y0 ഡാഷ് ആയിരിക്കും. y0 ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ? 0. അപ്പോൾ ഇസഡ്0ൻ്റെ വാല്യൂ 0 ആയി.
ഇനി നമുക്ക് അടുത്തത് വേണ്ട എന്താ, ഇസഡ് നോട്ട് ഡാഷ് വേണം അല്ലേ. ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇസഡ് നോട്ട് ഡാഷ് വേണം. ഇസഡ് ഡാഷ് എന്താണെന്ന് നമുക്കറിയാലോ, എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇസഡ് നോട്ട് ഡാഷ് എന്താവും, എക്സ് നോട്ട് ഇസഡ് നോട്ട് സ്ക്വയർ മൈനസ് വൈ നോട്ട് സ്ക്വയർ വരും. എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം എന്തായിപ്പോയി, 0 ആയിപ്പോയി. മൈനസ് വൈ നോട്ട് സ്ക്വയർ, വൈ നോട്ടിൻ്റെ വാല്യൂ 1. അപ്പോൾ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു -1 കിട്ടി. അപ്പോൾ ആ വാല്യൂ ഓക്കെ. ഇനി വേണ്ടത് ഇസഡ് നോട്ട് ഡബിൾ ഡാഷ് വേണം. ഇസഡ് ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ അറിയാം. അതിനകത്തോട്ട് നമ്മൾ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതും 0 കിട്ടും. ഇസഡ് നോട്ട് ട്രിപ്പിൾ ഡാഷ് ഈ ഇക്വേഷനകത്ത് എക്സ് നോട്ട് ഇസഡ് നോട്ടും എല്ലാ വാല്യൂസും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് -2 കിട്ടും. അത് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ നോക്കിയാൽ മതി, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും വാല്യൂസ് കിട്ടിയല്ലോ. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ Z1 എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതായിരുന്നു നമ്മുടെ Z1 എന്ന് പറയുന്ന ഇക്വേഷൻ, അതിനകത്തോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ചിൻ്റെ വാല്യൂ അവിടെ 0.1, അതിൽ ഡൗട്ടൊന്നുമില്ല. കാരണം നമുക്ക് y(0) തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് വേണ്ടത് y(0.1ഉം y(0.2) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x1ൻ്റെ വാല്യൂ 0.1 ആണ്, x2ൻ്റെ വാല്യൂ 0.2. അപ്പോൾ ആ കോമൺ ഡിഫറൻസ് എന്താ, 0.1 അല്ലേ എച്ച് വരുന്നത്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 0.1 ആണ് കേട്ടോ. അതും കൂടെ വേണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ സൈഡിലോട്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ആ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Z1ൻ്റെ വാല്യൂ കിട്ടി. ഇപ്പം നമുക്ക് എന്തേ ആയിട്ടുള്ളൂ, Z1ൻ്റെ വാല്യൂ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ട എന്താ, നമുക്ക് ആക്ച്വലി Z1 ആണോ വേണ്ടത്, അല്ല, y1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, y1ൻ്റെ ഇക്വേഷനും കൂടെ എഴുതുക. ഓക്കെ, y1ൻ്റെ ഇക്വേഷൻ ആസ് യൂഷ്വൽ നമുക്കറിയാം, y0 പ്ലസ് h/1 ഫാക്ടോറിയൽ ഇൻറ്റു y0 ഡാഷ് പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു y0 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആരൊക്കെയാണ്, y0 ഉണ്ട്, y0 ഡാഷ് ഉണ്ട്, y0 ഡബിൾ ഡാഷ് ഉണ്ട്, y0 ട്രിപ്പിൾ ഡാഷ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം വേണം. അപ്പം നമുക്ക് നോക്കാം, y0 എന്താ, y0 എന്ന് പറയുന്നത് 1. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റിലേ കണ്ടായിരുന്നു, y0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് y0 ഡാഷ് വേണം. y0 ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് y0 ഡബിൾ ഡാഷ് വേണം. അതായത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു y ഡാഷ് ഈക്വൽ ടു ഇസഡ് ആണ്. അപ്പം y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസഡ് ഡാഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ y0 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, Z0 ഡാഷ് ആയിരിക്കും. Z0 ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെന്താണ്, -1. അപ്പോൾ y0 ട്രിപ്പിൾ ഡാഷ് എന്താവും, Z0 ഡബിൾ ഡാഷ്, അതിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 0. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് എന്ത് വരും, അത് Z0 ട്രിപ്പിൾ ഡാഷ് ആണ്, അതിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 2. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ y1ൻ്റെ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y1ൻ്റെ വാല്യൂ 0.995008 എന്ന് കിട്ടും. അതായത് y(0.1) ഈക്വൽ ടു 0.995008 എന്നാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആയി. തീർന്നോ നമ്മുടെ പ്രോബ്ലം? ഇല്ല, നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, y(0.2) കൂടെ കണ്ടുപിടിക്കണം. y(0.2) എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ y1 കണ്ടുപിടിച്ചു, അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത് കൊടുക്കുന്നത്. നൗ വി ഹാവ് ടു ഫൈൻഡ് y(0.2). അപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് ആദ്യം Z2 കണ്ടുപിടിക്കണം. Z2 കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ y2 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Z2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ, Z1 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. Z2ൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, Z2ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Z1 പ്ലസ് h/1 ഫാക്ടോറിയൽ ഇൻറ്റു Z1 ഡാഷ് പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു Z1 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് പോകും. അപ്പോൾ നമുക്ക് അതിനകത്ത് Z1 വേണം, Z1 ഡാഷ് വേണം, Z1 ഡബിൾ ഡാഷ്, ആ വാല്യൂസ് എല്ലാം ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്തേക്കുന്നത് Z1 ഡാഷാണ്. Z ഡാഷ് എന്താണെന്ന് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലേ. Z ഡാഷ് എന്ന് പറഞ്ഞാൽ Z ഡാഷ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, xz² - y². അപ്പോൾ Z1 ഡാഷ് എന്തായിരിക്കും,
എങ്ങനെയാണ് വരുന്നത്? Z1 എന്ന് പറഞ്ഞാൽ x1 Z1² മൈനസ് y1 സ്ക്വയർ വരും. ഇത് Z' ഇക്വേഷനകത്ത് Z1' ആണെങ്കിൽ x1 y1 Z1 എന്നുള്ള ടേംസ് വരും. Z2 ആണെങ്കിൽ x2 y2 Z2 എന്നുള്ള ടേംസ് ഒക്കെ വരും. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിൽ x1 വാല്യൂ ഉണ്ട്. x1 എന്ന് പറയുന്നത് 0.1 അല്ലേ, y ഓഫ് 0.1. അപ്പോൾ 0.1 ആണ്. Z1 നമ്മൾ ഓൾറെഡി അപ്പുറത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് y1 വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു, അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Z1' കിട്ടും. ഇനി Z1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനകത്ത് ആ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അങ്ങനെ Z1 ഉണ്ട് വാല്യൂസ് എല്ലാം. അപ്പോൾ ഇച്ചിരി കാൽക്കുലേഷൻസ് കുറേ നമ്പേഴ്സ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആക്ച്വലി മെത്തേഡ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ Z1 നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ Z2 ഇക്വേഷൻ എഴുതാമല്ലോ. Z2 എന്ന് പറഞ്ഞാൽ Z1 പ്ലസ് h/1 ഫാക്ടോർ Z1'. ആ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Z2 വാല്യൂ കിട്ടും. Z2 ആണ് ആക്ച്വലി നമുക്ക് വേണ്ടത് y2 ആയിരുന്നു. അപ്പോൾ y2 എന്ന് പറഞ്ഞാൽ y1 പ്ലസ് h/1 ഫാക്ടോറിയൽ ഇൻറ്റു y1' പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു y1" പ്ലസ് എക്സെട്ര ആണ്. അപ്പോൾ y1 എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഉണ്ട്. Z1 ഉണ്ട്, Z1 Z1' ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Z1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു? y1 കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആയിരുന്നു Z1 അല്ലേ. Z1 വാല്യൂ ഇവിടെ കിടപ്പുണ്ട്. ആ വാല്യൂ കൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, Z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് h/1 ആണ്, h/1 ഫാക്ടോറിയൽ ഇൻറ്റു Z1'ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു Z1"", അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് h³ ഫാക്ടോറിയൽ ഇൻറ്റു Z1'ൻ്റെ വാല്യൂ, അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Z2 വാല്യൂ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ആക്ച്വലി വേണ്ടത് Z2 അല്ല, y2 ആണ് വേണ്ടത്. y2 ഇക്വേഷൻ എന്താ? y1 പ്ലസ് h/1 ഫാക്ടോറിയൽ ഇൻറ്റു y1' പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു y1" പ്ലസ് എക്സെട്ര ആണ്. അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ആരൊക്കെയാണ്? y1 വേണം, ഓക്കെ, y1 വേണം, y1' വേണം, y1" വേണം, y1" ആ വാല്യൂസ് എല്ലാം വേണം. y1 എന്താണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ y1 വാല്യൂ കണ്ടുപിടിച്ചായിരുന്നല്ലോ. y1 എന്ന് പറയുന്നത് എന്തായിരുന്നു? y1 എന്ന് പറഞ്ഞാൽ 0.995088 എന്നുള്ളത് 5008 എന്നുള്ള വാല്യൂ കിട്ടി. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് h/0.1/1 ഫാക്ടോറിയൽ ഇൻറ്റു y1'ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു y1' എന്ന് പറയുന്നത്? ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് y1' നമുക്കറിയാം y' = z ആയിരുന്നല്ലോ. അപ്പോൾ y1' എന്തായിരിക്കും? Z1 ആയിരിക്കും അല്ലേ. Z1 വാല്യൂ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. Z1 എന്തായിരുന്നു? Z1 എന്ന് പറയുന്നത് -0.09966 എന്നുള്ള വാല്യൂ, അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് h²/2 ഫാക്ടോറിയൽ ഇൻറ്റു y1'. എന്ന് പറഞ്ഞാൽ എന്താ? y1" എന്ന് വെച്ചാൽ Z1'ൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് h³ ഫാക്ടോറിയൽ ഇൻറ്റു y1'. y1" എന്ന് പറഞ്ഞാൽ Z1'. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1.19625. അപ്പോൾ ആ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് കൺക്ലൂഷനായിട്ട് എടുത്തെഴുതാം. ഓക്കെ, അത് കൺഫ്യൂഷൻ വരാതെ ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇച്ചിരി ടഫുണ്ട്. ആദ്യം നമ്മൾ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ ലാസ്റ്റ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മാത്രമേ, അവർ തമ്മിലുള്ള റിലേഷൻ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.